സ്തോത്രം, സ്തോത്രം. ഓ, നീ ഞങ്ങൾക്കേകിടും നന്മകളോർത്തെന്നും പാടിടും സ്തുതിഗീതങ്ങൾ. നീ ഞങ്ങൾക്കേകിടും നന്മകളോർത്തെന്നും പാടിടും സ്തുതിഗീതങ്ങൾ. ആകുലവേളയിൽ ആനന്ദഗാനങ്ങൾ പാടി ഞാൻ ആശ്വസിക്കും. നീരിടും വേളയിൽ നീ ഞങ്ങൾക്കേകിടും നന്മൈ നീരുറവാ. നീരിടും വേളയിൽ നീ ഞങ്ങൾക്കേകിടും നന്മൈ നീരുറവാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കരങ്ങളെ ഉയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അധരങ്ങളെ തുറന്ന് നമ്മൾ വിശേഷമായ ദൈവസാന്നിധ്യത്തിന്റെ കീഴിലാണല്ലോ ആയിരിക്കുന്നത്. വചനത്തിൽ പറഞ്ഞതുപോലെ 2 3 പേരുടെ നാമത്തിൽ കൂടി വരുന്നവരുടെ നടുവിൽ ഞാനുണ്ട് എന്നരുളി ചെയ്ത ആ മഹനീയ സാന്നിധ്യം നമ്മൾ അനുഭവിച്ചു കൊണ്ടായിരിക്കുമ്പോൾ അധരങ്ങളെ തുറന്ന് ആത്മഭാരത്തോടും ഹൃദയ വിശാലതയോടും കൂടെ ദൈവത്തെ സ്തുതിച്ചു കൊണ്ടായിരിക്കാം. പരിശുദ്ധാത്മാവ് നമ്മോട് ശക്തമായി ഇടപെടട്ടെ, സംസാരിക്കട്ടെ, നമുക്ക് വേണ്ടി വാദിക്കട്ടെ, നമ്മളോട് സംസാരിക്കട്ടെ, നമുക്ക് വേണ്ടിയതായ നല്ല അനുഭവങ്ങൾ പകർന്നു തരട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം സഹായിക്കട്ടെ. ദൈവത്തിന്റെ ദാസൻ എനിക്ക് മുൻപായിട്ട് വചനത്തിൻ്റെതായ ചിന്ത വിളമ്പിയപ്പോൾ സ്തോത്രം, ഞാൻ പ്രസംഗിക്കേണ്ടുന്ന വചനത്തിന്റെ ബേസ് ആണ് ദൈവദാസൻ പറയുവാനായിട്ട് ഇടയായി തീർന്നത്. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായത്തിൽ ദൈവദാസൻ പറഞ്ഞല്ലോ, പൗരോഹിത്യ പ്രാർത്ഥന നടത്തുന്ന യേശുവിൻ്റെ ആ ഒരു അനുഭവം തൻ്റെ ഹൃദയത്തെ പിതാവിനോട് ചേർത്തുകൊണ്ട് ഹല്ലേലൂയ തനിക്ക് നൽകപ്പെട്ട ജനത്തിനു വേണ്ടി ഹല്ലേലൂയ വളരെ ആത്മാർത്ഥതയോടെ, ഒരു കപടതയുമില്ലാതെ, ഒരു മുഖപക്ഷവും ഇല്ലാതെ ഹല്ലേലൂയ ഹല്ലേലൂയ താൻ എങ്ങനെയായിരിക്കുന്നു അതുപോലെ തന്നിൽ ഏൽപ്പിക്കപ്പെട്ടവർക്ക് വേണ്ടി ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്ന അനുഭവത്തെ 17-ാം അധ്യായത്തിൽ നമുക്ക് ശക്തമായിട്ട് കാണുവാൻ കഴിയുന്ന വാക്യമാണ്. അല്ല, അതിന്റെ തുടർ തന്നെയാണ് ഞാൻ മെസ്സേജ് ചെയ്യാൻ പോകുന്നത്. എങ്കിൽ പോലും അതിന്റെ 11-ാമത്തെ വാക്യം ഇങ്ങനെയാണ്. ദേവദാസൻ വായിച്ചു, ഞാൻ ഇനി ലോകത്തിൽ ഇരിക്കുന്നില്ല, പക്ഷെ ഇവരോ ലോകത്തിൽ ഇരിക്കുന്നു. ഞാൻ നിന്റെ അടുക്കൽ വരുന്നു. അതുകൊണ്ട് പിതാവേ, അവർ നമ്മെപ്പോലെ ഒന്നാകേണ്ടതിന് നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ ഇവരെ കാത്തുകൊള്ളണമേ. സവിശേഷമായൊരു മധ്യസ്ഥത നമുക്ക് തന്റെ ജനത്തിന് വേണ്ടി യേശു നടത്തുന്നതായിട്ട് കാണുവാൻ കഴിയും. പിതാവിനോടുള്ള ബന്ധത്തിൽ യേശുവിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിന്റെ ആഴമായ അനുഭവത്തെയാണ് ആ അധ്യായം മുഴുവനും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു ദൈവത്തെ പിൻപറ്റുന്ന ഒരു ദൈവവിശ്വാസി അനുകരിക്കേണ്ട പ്രാർത്ഥനയുടെ ശീലുകളാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പിതാവേ, ഇന്നത്തെ പ്രാർത്ഥനയുടെ അനുഭവങ്ങളെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ എന്നേക്കാൾ മുമ്പനായിട്ട് ആരും വരരുതെന്നുള്ള ചിന്തയാണ് പല പ്രിയപ്പെട്ടവർക്കും. എന്നെക്കാളും കൂടുതൽ ആരും വരരുത്, എൻ്റെ താഴെ എല്ലാവർക്കും നിൽക്കാവും. പക്ഷെ യേശുവിൻ്റെ പ്രാർത്ഥനയൊന്ന് ശ്രദ്ധിച്ച്, ഞാൻ അങ്ങയോട് കൂടെ ആയിരുന്നു, അങ്ങയോട് സമത്വമുള്ളവനായിരുന്നു. പക്ഷെ ഞാൻ എങ്ങനെ അങ്ങയോട് കൂടെ ആയിരുന്നുവോ അതേ നിലയിൽ ഹല്ലേലൂയ എന്നെ അനുഗമിക്കുന്നവർ നിന്റെ നാമത്തിൽ ഞാൻ അവർക്ക് കൊടുത്തിരിക്കുകയാ. ഹല്ലേലൂയ. എന്നെ അനുഗമിക്കുന്നവർ അതേ നിലയിൽ തന്നെയാകണമെന്നുള്ള പ്രാർത്ഥനയുടെ ഒരു ഹൃദയ വിശാലത യേശു അവിടെ വെളിപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥനയൊരു യുദ്ധമാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ അദമ്യമായ ശക്തിയുണ്ട്. പ്രാർത്ഥന ചിലതിനെ പിടിച്ചെടുക്കുന്നതാണ്. പ്രാർത്ഥനയിൽ ദൈവത്തിന്റെ കരുതൽ അനുഭവിക്കുവാൻ കഴിയും.
ഹല്ലേലൂയ. അങ്ങനെ പ്രാർത്ഥനയുടെ അത്യുന്നതമായ നിലകളിലോട്ട് നമ്മൾ എത്തിച്ചെല്ലുമ്പോൾ ഹല്ലേലൂയ, നമ്മളിലൂടെ കർത്താവ് ആഗ്രഹിക്കുന്ന നിലയിലുള്ള പ്രാർത്ഥന വെളിപ്പെട്ട് വരുവാനായിട്ട് ഇടയായിത്തീരും. ഇതൊക്കെയാണല്ലോ പ്രാർത്ഥനയ്ക്ക് ഒത്തിരി ഡെഫിനിഷൻ ആണുള്ളത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ, ഹൃദയ നുറുക്കത്തോടെ, ഹൃദയ വിചാരത്തോടെ, ഹല്ലേലൂയ. യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായത്തിൽ ഒരു വാക്യം ഇങ്ങനെയാണ്: ആടുകളുടെ ഇടയൻ സമൃദ്ധിയായ ജീവനെ കൊടുക്കുമ്പോൾ കൗളിടയൻ എന്ത് ചെയ്യുന്നെന്നറിയാമോ? അവൻ ആടുകളെ കുറിച്ച് വിചാരമില്ലാത്തവനായി കാണപ്പെടുന്നു എന്ന് കേട്ടു. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ഏത് നിലയിലുള്ളതായിരിക്കണം? എനിക്ക് പ്രാർത്ഥനയുടെ ഒരു അനുഭവമല്ല, പ്രാർത്ഥനകൾ ഇച്ചിരി കയറി ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. എന്നാലും ദൈവദാസൻ എനിക്കൊരു ബേസ് ഇട്ട് തന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, പ്രാർത്ഥന യുദ്ധത്തിന്റെ ഹല്ലേലൂയ പ്രകൃതിയാണ് പ്രാർത്ഥന. സ്തോത്രം. ചിലതിനെ പിടിച്ചടക്കുന്ന ശക്തിയാണ് പ്രാർത്ഥന. ചിലയിടങ്ങളിലേക്ക് എത്തപ്പെടാൻ പറ്റാത്തടത്ത് ഹല്ലേലൂയ നമ്മുടെ ചിന്തകൾക്കോ നമ്മുടേതായ നിലവാരങ്ങൾക്കോ എത്തപ്പെടാൻ പറ്റാത്തടത്ത് പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ പ്രതിക്രിയയാണ് പ്രാർത്ഥന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയാകുന്നു എങ്കിൽ സവിശേഷമായ ഒരു വചനചിന്ത നിങ്ങളുടെ മുൻപിൽ വെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 18-ാം അധ്യായം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട വാക്യം, 29-ാമത്തെ വാക്യം. 18-29 സങ്കീർത്തനങ്ങൾ. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചൊല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചൊല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. സവിശേഷമായ ചിന്തകൾ പല സമയത്തും കേട്ടിട്ടുള്ള അനുഗ്രഹിക്കപ്പെട്ടൊരു വാക്യ ശകലമാണത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ജീവിതത്തിന്റെ ഉദാഹരണത്തെയും വിശേഷിച്ച് ജീവിത വിജയത്തെയും ഹല്ലേലൂയ മനസ്സിൽ താലോലിച്ച് ആഗ്രഹിച്ച് അധരം കൊണ്ട് പുറപ്പെടുവിപ്പിക്കുന്ന ഒരു പ്രസിദ്ധമായ വാക്യമാണത്. ദൈവത്തിന് സ്തോത്രം. കാരണം സ്തോത്രം, നമ്മെ പ്രതിരോധിക്കുന്ന ഒരു പ്രതിരോധ നിരയുണ്ട്. അതിന്റെ നേരെ നമ്മൾ എപ്രകാരമായിരിക്കണം എന്ന് പ്രബോധിപ്പിക്കുന്ന ഒരു വചനമാണത്. സ്തോത്രം. ഇത് സങ്കീർത്തനക്കാരൻ ആയ ദാവീദ് തന്റെ ജീവിത മൂല്യങ്ങളെയും തന്റെ ജീവിത സംഗതികളെയും ദൈവം തനിക്ക് ചെയ്തതായ ജീവിതത്തിലെ ഉപകാരങ്ങളെയും എടുത്തുയർത്തിക്കൊണ്ട് ഓരോ കാലഘട്ടത്തിലും തനിക്ക് ഭവിച്ചതായ നന്മയുടെ അനുഭവങ്ങളെ, നൊമ്പരങ്ങളെ വിളിച്ചോതി നന്ദി പറഞ്ഞുകൊണ്ട് ഓരോ വാക്യങ്ങളും പറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. സ്തോത്രം. യഹോവ എന്റെ ബലമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അതുകൊണ്ട് അവനെ സ്നേഹിക്കുന്നു. എന്റെ ശൈലമാണ്, രക്ഷയും കോട്ടയുമാണ്, ഞാൻ ശരണമാക്കുന്നതിന്റെ പാറയാണ്. ഹല്ലേലൂയ. എന്റെ പരിചയാണ്, എന്റെ ഗോപുരമാണ്, എന്റെ കൊമ്പാണ് എന്നൊക്കെ കർത്താവ് ചെയ്തതായ ഉപകാരത്തെ, തന്റെ പ്രകൃതിയെ ഒന്ന് എടുത്തുയർത്തിക്കൊണ്ട് ഹല്ലേലൂയ 2-ാം വാക്യത്തിൽ സുസ്ഥിരനാകുന്ന യഹോവയെ അതുകൊണ്ട് ഞാൻ വിളിച്ചപേക്ഷിക്കും. ശത്രുക്കളുടെ കയ്യിൽ നിന്ന് എന്നെ വിടുവിച്ചവനെ ഞാൻ വിളിച്ചപേക്ഷിക്കും. ഹല്ലേലൂയ. ഞാൻ അവനാൽ രക്ഷ പ്രാപിക്കും. മരണപാശങ്ങൾ ചുറ്റുന്നു, അഗാധ പ്രവാഹങ്ങൾ ഭ്രമിപ്പിക്കുന്നു. അഗാധ പ്രവാഹങ്ങൾ, അഗാധത്തിന്റെ അകതലങ്ങളിൽ നിന്ന് ഹല്ലേലൂയ ഒന്നിനു പുറകെ ജീവിത മണ്ഡലങ്ങളുടെ മേൽ ആഞ്ഞടിക്കുന്ന തിരമാലകൾക്ക് സമാനമായ അനുഭവങ്ങളെ അതിജീവിക്കുവാനുള്ള ആത്മശക്തി എന്നിൽ നൽകി തന്ന സ്വർഗത്തിലെ ദൈവമേ, നീയാണ് എന്റെ രക്ഷയും എന്റെ ബലവും എന്റെ ഗോപുരവും എന്റെ കൊമ്പും എന്ന് ഹല്ലേലൂയ ഹൃദയത്തെ സമർപ്പിച്ചുകൊണ്ട് പ്രൈസ് ദി ലോർഡ് ദാവീദ് വളരെ ഭക്തിയോടെ ഉപകാരങ്ങൾക്ക് നന്ദി പറയുന്നതായിട്ട് കാണാൻ കഴിയും. സ്തോത്രം. ഒരുപാട് കഷ്ടതയുടെ കഠിനശോധന അനുഭവിച്ച വ്യക്തിയാണല്ലോ ദാവീദ്. അതിനേക്കാൾ ഉപരിയായിട്ട് ഹല്ലേലൂയ ഓരോ സമയത്തുമുള്ള തന്നിലുള്ള ദൈവിക ഉദ്ദേശത്തെ തിരിച്ചറിയുവാൻ ദാവീദിന് സാധിച്ചിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. ഹല്ലേലൂയ.
കരടിയെയും സിംഹത്തെയും വലിച്ചു കീറുമ്പോഴും ഒരാത്മശക്തി അനുഭവിക്കുമ്പോഴും ജീവിതത്തിൽ ഇനിയും കയറുവാനുള്ള പടിക്കെട്ടുകൾ ഹല്ലേലൂയ കാഠിന്യമേറിയതാകുന്നു എന്ന് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് കഴിയും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ആ ഭാഗത്തിലോട്ട് വരുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. 16-ാം വാക്യം, അവൻ എന്നെ ഉയരത്തിൽ നിന്ന് കൈ നീട്ടി പിടിച്ചു, പെരുവെള്ളത്തിൽ നിന്ന് എന്നെ വലിച്ചെടുത്തു. വാക്യമൊക്കെ നമുക്ക് വിശദീകരിക്കാൻ കഴിയും. 17-ാമത്തെ വാക്യം, ബലമുള്ള ശത്രുവിന്റെ കയ്യിൽ നിന്നും എന്നെ പകച്ചവരുടെ പക്കൽ നിന്നും അവൻ എന്നെ വിടുവിച്ചു. ഹല്ലേലൂയ. അവർ എന്നിലും ബലമേറിയവരായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ യുദ്ധമാണ്. ഹല്ലേലൂയ. യുദ്ധത്തിന് രണ്ട് സൈഡിലുമുള്ളവർ തങ്ങളാലാവോളം ശക്തിയും ആർജവവും കാണിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ്. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ശത്രുവിനെ കുറിച്ചൊരു ബോധ്യം ദാവീദിനുണ്ടായിരുന്നു. കാരണം അവർ ബലമേറിയവരാണ്. ഒരിക്കലും ശത്രുവിനെ കുറച്ച് കാണേണ്ട ആവശ്യമില്ല. ശത്രുവിനെ ഒരിക്കലും കുറച്ച് കാണരുത്. നമ്മുടെ മുൻപിൽ നമുക്ക് എതിരായി നിൽക്കുന്ന ശത്രുവിന് ബലമുണ്ട്. അവന്റെ ബലത്തെ കുറച്ച് കണ്ടുകൊണ്ട് നമ്മൾ അലസരായി പോകും, നമ്മൾ ഉദാസീനരായി പോകും. ഹല്ലേലൂയ. എന്നാൽ നമ്മൾ യുദ്ധം ചെയ്യുന്ന യുദ്ധക്കളത്തെ കുറിച്ചൊരു ബോധ്യം നമുക്കുണ്ടായിരുന്നു. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്നു, നിങ്ങൾ ഒരുപാട് വർഷങ്ങളായി ദൈവജനം കേൾക്കുകയും പ്രസംഗിക്കുകയും ഹല്ലേലൂയ ഒക്കെ ചെയ്യുന്നവരായതുകൊണ്ടാണ് വേറെ പശ്ചാത്തലങ്ങളൊന്നും പറയാതെ നേരിട്ട് ദൈവജനത്തിന്റെ ആഴമേറിയ ഗഗനമേറിയ അനുഭവത്തിലേക്ക് പറയുന്നത്. കാരണം നമ്മൾ യുദ്ധം ചെയ്യുമ്പോൾ നമ്മുടെ മുൻപിൽ നിൽക്കുന്ന ശത്രു അവൻ ബലമേറിയവനാണെന്നുള്ള കാഴ്ചപ്പാട് നമുക്ക് വേണം. സ്തോത്രം. ഹല്ലേലൂയ. വചനം പറയുന്ന പൗലോസ്, എന്നെ ശക്തനാക്കുന്നവൻ എൻ്റെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. എൻ്റെ ഹല്ലേലൂയ ബലഹീനതയിൽ ആ ശക്തി തികഞ്ഞു വരുന്നതാണ്. അതിനെക്കുറിച്ചൊരു നല്ല ഉത്തമമായ ഒരു ബോധ്യം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്കുണ്ടാകണം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. 18-ാമത്തെ അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യം ഞാൻ വേഴ്സ് ബൈ വേഴ്സ് ആയിട്ട് ഒന്ന് വിശദീകരിപ്പാനാണ് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലും. ഒത്തിരി ഞാൻ വിചാരിക്കുന്നു വലിയ ഇളക്കപ്പെരുക്കം കൂടാതെ വചനത്തിന്റെ ആഴമൊന്ന് ഹൃദയത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ വചനം നമ്മെ ജീവിപ്പിക്കുന്നതും നമ്മെ ഉത്തേജിപ്പിക്കുന്നതുമാകിയാൽ ആ വചനം വേഴ്സ് ബൈ വേഴ്സ് ആയിട്ട് നിങ്ങളോട് പറയുവാൻ എനിക്ക് താല്പര്യമുണ്ട്. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. നിന്നാൽ, ഹല്ലേലൂയ, നിന്നാൽ എന്നുള്ള ആ വാക്കിനെ നമ്മൾ എടുത്തു പഠിക്കുമ്പോൾ സറണ്ടർ ചെയ്താ പറയുന്നത്. ഞാൻ എന്നെ തന്നെ, എനിക്കൊന്നുമില്ല, എനിക്ക് കഴിവില്ല, എനിക്ക് പറ്റില്ല, ഞാൻ ആരുമല്ല, ഹല്ലേലൂയ, എനിക്ക് യോഗ്യതയില്ല, എനിക്ക് പറയാനൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. ഐ വിൽ സറണ്ടർ. ഞാൻ മസ്റ്റായിട്ട് നിന്റെ മുൻപ് താണു വീണു പറയുന്നു, എന്നെ കൊണ്ട് പറ്റില്ലെന്ന്. ഹല്ലേലൂയ. തന്നെ ഒരു ആത്മീയ ജീവിതം നയിച്ചു കൊണ്ടുപോകുവാൻ നമ്മളെ കൊണ്ട് ആരെ കൊണ്ടും പറ്റില്ല. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിന്റെ വലിയ സഹായം നമുക്ക് അത്യാവശ്യമാണ്. ദൈവകൃപയുടെ അളവറ്റ വലിപ്പം നമുക്ക് അത്യാവശ്യമാണ്. ഇവിടെ ദാവീദ് പറയുന്നു, എന്നെ കൊണ്ട് ഒന്നും ഒറ്റയ്ക്ക് സാധിക്കില്ല, എന്നെ കൊണ്ട് ഒന്നും ഒറ്റയ്ക്ക് പറ്റത്തില്ല, ഞാൻ നിന്നാൽ കടന്നു വരുവാൻ ആഗ്രഹിക്കുകയാ. ഹല്ലേലൂയ. നിന്നാൽ, നിന്നാൽ, നിന്നാൽ. ഈ ലോകത്തിന്റെ സകല പ്രകൃതിയും എനിക്ക് വിരോധമായി ആഞ്ഞടിക്കുമ്പോൾ എന്നെ കൊണ്ട് പറ്റത്തില്ല കർത്താവേ, ഞാൻ നിന്നാൽ കടന്നു വരുവാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ മനോഭാവങ്ങളെ എത്ര താഴ്ത്തി കൊടുക്കാനായിട്ട് പറ്റും? പലപ്പോഴെങ്കിലും നമ്മൾ ചിന്തിക്കുന്നത് ഞാൻ പറയുന്നതാണ് ശരിയെന്നല്ലേ? ഹല്ലേലൂയ. ഞാൻ പറയുന്നത് എല്ലാവരും അംഗീകരിക്കണമെന്നല്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പറയുന്നതിനാണ് ഘനത്വമുള്ളത് എന്നല്ലേ നമ്മുടെ ചിന്ത? ഹല്ലേലൂയ. ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് ഗൗരവമുണ്ട് എന്നുള്ളതല്ലേ നമ്മുടെ മനോഭാവം? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഓരോ ശുശ്രൂഷകൾ കഴിയുമ്പോഴും യേശുക്രിസ്തുവിന്റെ മനോഭാവം എന്തായിരുന്നു? ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. തന്റെ നിയോഗത്തിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടുള്ള തന്റെ നിയോഗത്തിന്റെ അനുഭവം തികഞ്ഞു വരുന്നതുവരെയും അശുദ്ധാത്മാക്കളെ ശാസിച്ചമർത്തി പലരുടെയും വായെ അടച്ചു. നിങ്ങൾ ആരോടും മിണ്ടരുത്, ഹല്ലേലൂയ, എന്നെ കുറിച്ച് പറയരുത്. ഹല്ലേലൂയ. ഓരോ ശുശ്രൂഷയ്ക്ക് പിന്നിലും ഉള്ള യേശുവിന്റെ മനോഭാവം എങ്ങനെയായിരുന്നു? പക്ഷെ നമ്മുടെ മനോഭാവമോ? ഇന്ന് പൽക്കാലം വചനത്തോട് ചേർത്ത് ചിന്തിക്കാമോ? എനിക്ക് എന്തൊക്കെയോ കഴിവുകളില്ലേ? സ്തോത്രം. എനിക്ക് എന്തൊക്കെയോ ഇല്ലേ? ഞാൻ ആരോ അല്ലേ? ഈ മനോഭാവത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന ആലോചനകൾ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ നാം പലപ്പോഴും ശ്രമിക്കാറില്ലേ? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്.
ഓ റബല ശബ്ദരാധന. വചനം പറയുന്നു, നിന്നാൽ എനിക്ക് പറ്റില്ല, നിന്നാൽ. ഹല്ലേലൂയ. ഞാൻ ഒന്നുമല്ല, നിന്നാൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടുത്തെ നാമത്താൽ, അവിടുത്തെ ശക്തിയാൽ, അവിടുത്തെ കൃപയാൽ, അവിടുത്തെ അനുസരണത്താൽ, അങ്ങയിലുള്ള വിശ്വാസത്താൽ, അവിടെയുള്ളതായ ഹല്ലേലൂയ ചില പ്രഖ്യാപനങ്ങളാൽ, ഹല്ലേലൂയ, ഞാൻ എൻ്റെ ജീവിതത്തെ പണിയുവാൻ ആഗ്രഹിക്കുകയാ. സ്തോത്രം, സ്തോത്രം. നിന്നാൽ. ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, നിന്നാൽ എന്ന് ഉദ്ദേശിക്കുമ്പോൾ, ഹല്ലേലൂയ, ഞാൻ പറഞ്ഞല്ലോ, സ്വന്തം അനുഭവത്താലല്ല, ദൈവിക ശക്തിയാൽ. ദൈവിക ശക്തി രണ്ടു വിധത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഒന്ന്, ഒരു അഭിഷേകത്തിന്റെ നിറവ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഒരു അഭിഷേകത്തിന്റെ നിറവ്. രണ്ട്, ഒരു അഭിഷേകത്തിന്റെ നിയോഗം. ഹല്ലേലൂയ. നിറവ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്, ഹല്ലേലൂയ, യെരൂശലേമിലും യഹൂദയിലും ശമര്യയിൽ ഭൂമിയുടെ അറ്റത്തോളം കർത്താവ് പറഞ്ഞു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം, ഞാൻ പോകാൻ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഹല്ലേലൂയ. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുകൊള്ളുവീൻ. നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാനും നമ്മെ ശുദ്ധീകരിച്ച് കൃപയിൽ നിലനിർത്തുവാനും പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവ് നമ്മുടെ മേലുണ്ട്. പക്ഷേ എത്ര പേർക്ക് നിയോഗമുണ്ട്? പ്രൈസ് ദി ലോർഡ്. നിറവ് മാത്രം കൊണ്ട് ആത്മീയ ജീവിതം മുന്നോട്ട് പോകയില്ല. ഹല്ലേലൂയ. നിറവ് നമ്മെ ഒരു പരിധി വരെ ശക്തിപ്പെടുത്തി നിർത്തുന്ന ഒരു ആവരണം മാത്രമാണ്. പക്ഷേ നിയോഗം അങ്ങനെയല്ല. പ്രത്യേക അഭിഷേകം നമ്മുടെ മേൽ സ്വർഗത്തിലെ ദൈവം നൽകി തരുന്ന നിയോഗം എന്ന് പറയുന്നത് ചിലതിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് വേർതിരിക്കുക എന്നുള്ളതാണ്. വേദപുസ്തകത്തിന്റെ ഒരറ്റം മുതൽ അവസാനത്തോളം നമ്മൾ നോക്കുമ്പോൾ അഭിഷേകത്തിന്റെ പ്രത്യേക നിയോഗത്താൽ നിയോഗിക്കപ്പെട്ടവർ ചില കാര്യങ്ങളിൽ എടുത്തു ചാടിയിട്ടുണ്ട്, ചില കാര്യങ്ങളിൽ മുന്നോട്ട് വച്ചിട്ടുണ്ട്. അവരുടെ കാൽ പിന്നെ പിന്നോട്ട് വെക്കുവാൻ കഴിയുകയില്ല, പറ്റുകയില്ല. കാരണം നിങ്ങൾ ഏലിയാവിനെ നോക്ക്. ആഹാബിന്റെ കൊട്ടാരത്തിൽ ചെല്ലുവാൻ ഒരു കാലെടുത്ത് വെക്കുവാനുള്ള ഒരു നിയോഗം അവൻ പ്രാപിച്ചെടുക്കുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഓരോ 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 ഹല്ലേലൂയ കഥാപാത്രങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ ദൈവിക അഭിഷേകത്തിന്റെ നിയോഗം പൗലോസിനെ എടുക്കാമല്ലോ. പ്രധാനപ്പെട്ട വ്യക്തികളായി വേദപുസ്തകത്തിൽ പറയപ്പെടുന്ന ഹല്ലേലൂയ വ്യക്തികളാണല്ലോ. ഹല്ലേലൂയ. എന്തോരം അഹങ്കരിക്കാനുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു പൗലോസ്. ഞാൻ എന്ന് പറയത്തക്കവണ്ണമുള്ള അഭിമാനിയായി, ഹല്ലേലൂയ, അഹങ്കാരിയായി, ഹല്ലേലൂയ, ചിലത് കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ട് ലോകത്തെ കീഴ്മേൽ മറിച്ച് ക്രൈസ്തവ വിശ്വാസത്തെയും യേശുക്രിസ്തുവിന്റെ നാമത്തെയും തകർക്കുവാൻ എല്ലാ അധികാരവും കയ്യിൽ പിടിച്ചവൻ. നിയോഗം കടന്നു വന്നപ്പോൾ, പ്രത്യേക അഭിഷേകം കടന്നു വന്നപ്പോൾ, ഹല്ലേലൂയ, ചിലതിനു വേണ്ടി വേർതിരിക്കപ്പെടുവാനുള്ള പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലേക്ക് ഹല്ലേലൂയ പരിശുദ്ധാത്മാവിനാൽ പിടിക്കപ്പെട്ടപ്പോൾ പിന്നെ നിന്നാലൊന്നും ഒരിടത്തും പൗലോസ് പറയുന്നില്ല, ഞാൻ പാപിയിൽ പോലും ഒന്നാമൻ, എന്റെ കുടുംബം ഒന്നുമല്ല, എന്റെ വിദ്യാഭ്യാസം ഒന്നുമല്ല, എന്റെ കഴിവുകൾ ഒന്നുമല്ല, എനിക്ക് ഒരു ശ്രേഷ്ഠതയും പറയുവാനില്ല. ഹല്ലേലൂയ. എന്റെ 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 പൗരത്വങ്ങളെ കുറിച്ച് ഞാൻ അഹങ്കരിക്കുന്നില്ല, എന്റെ പണത്തെ കുറിച്ച് ഞാൻ അഹങ്കരിക്കുന്നില്ല. സകലത്തെയും ചപ്പെന്നും ചവറെന്നും എണ്ണുവാൻ പൗലോസ് ആഗ്രഹിച്ചു എങ്കിൽ നിന്നാൽ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, എത്ര പേർക്ക് ആ ഒരു മനോഭാവം പ്രാപിക്കുവാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഹല്ലേലൂയ സമൂഹത്തിലോ വേദിയിലോ ഒരു വാക്ക് പറയുവാനുള്ള കഴിവ് നമുക്കുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ഞാനും നിങ്ങളും ഹല്ലേലൂയ നമ്മെ തന്നെ ഒന്ന് താഴ്ത്തി കൊടുക്കുവാൻ തയ്യാറാകാറുണ്ടോ? സ്തോത്രം. എത്രത്തോളം ഒരു ഉയർച്ചയുടെ മേൽമണ്ഡലം പ്രാപിക്കണമെന്നാണ് നമ്മൾ ഹൃദയംഗമായി ആഗ്രഹിക്കുന്നത്. വചനം പറയുന്നു, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലും. കർത്താവേ, എന്നെ കൊണ്ട് പറ്റില്ല, ഹല്ലേലൂയ, എന്നെ മുഴുവനുമായി സമർപ്പിക്കുന്നു. അവിടുത്തെ നിറവ് മാത്രം പോരാ, നിന്നാൽ ഒരു നിയോഗം എന്റെ ജീവിതത്തിൽ നൽകി തരണമേ. സ്തോത്രം. നിന്നാൽ ഒരു നിയോഗം എനിക്ക് ജീവിതത്തിൽ നൽകി തരണമേ.
നിന്നാൽ ഒരു നിയോഗം ജീവിതത്തിന്മേൽ നൽകി തരണമേ. മുക്കുവന്മാരായി ഹല്ലേലൂയ ഏകദേശം കിലോമീറ്ററുകൾക്കകത്ത് മാത്രം ഒതുങ്ങി നിന്ന ഹല്ലേലൂയ 12 പേരെ കൊണ്ട് ഹല്ലേലൂയ ഈ ലോകത്തെ കീഴ്മേൽ മറിക്കുവാൻ അവർക്ക് എവിടുന്ന് കിട്ടി ഈ ശക്തിയും കഴിവും പ്രാപ്തിയും? സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ഒരു വ്യക്തിയുടെ മുൻപിൽ നിവരെ നിൽക്കുവാൻ കഴിയാത്തൊരു പത്രോസാണല്ലോ ഒറ്റ പ്രസംഗത്തിൽ 3000-ഓളം പേരെ ദൈവസഭയ്ക്ക് ചേർക്കുവാൻ കാരണക്കാരനായി തീർന്നത്. ഞാൻ നിങ്ങളോട് പറയുന്നു, ഹല്ലേലൂയ, നമ്മുടെ മേലുള്ള അഭിഷേകത്തെ കുറിച്ചുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. ഹോ ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലതിനെ കാണുമ്പോൾ തിരിച്ചറിയുവാനുള്ള ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ചിലതിനെ കണ്ട് ഹല്ലേലൂയ വെറുതെ കളയുന്ന അനുഭവത്തിലല്ല, ചിലതിനെ കാണുമ്പോൾ ആഴത്തിൽ കാണുവാനുള്ളൊരു അഭിഷിക്ത കൃപ നമ്മുടെ ജീവിതത്തിന്മേൽ നാം പ്രാപിച്ചെടുക്കേണ്ടത് ആവശ്യമാണ്. സ്തോത്രം. എത്രയോ മീനുകൾ ഓടുന്നുണ്ടായിരുന്നു. ഹല്ലേലൂയ. എത്രയോ മീനുകൾ എത്രയോ പേർ പിടിച്ചു. എങ്കിലും ആ കടലിന്റെ ആഴത്തിൽ കൂടെ പോയ മീനിന്റെ വയറ്റിലുള്ള ആ ചതുർദ്രഹ്മപ്പണത്തെ കാണുവാൻ യേശുവിന്റെ കണ്ണിന്റെ കാഴ്ചശക്തി, ഹല്ലേലൂയ, ആ മനോബോധം, ഹല്ലേലൂയ, നമുക്ക് എത്ര പേർക്ക് തിരിച്ചറിയാനും മനസ്സിലാക്കാനും? നമ്മൾ എത്രയോ പ്രാവശ്യം നമ്മൾ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട്, എത്രയോ പ്രാവശ്യം നമ്മൾ പറ്റിക്കപ്പെട്ടിട്ടുണ്ട്, എത്രയോ പ്രാവശ്യം പിശാച് നമ്മെ ഹല്ലേലൂയ തന്റെ സ്വതസിദ്ധമായ കഴിവുകളാൽ നമ്മെ ദൈവഭാഗത്ത് നിന്ന് അകറ്റിക്കൊണ്ടു പോയിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നു, എത്രമാത്രം നമുക്ക് ഉണരുവാനും അതിനെ ഒന്ന് കണ്ട് ഹല്ലേലൂയ തിരിച്ചു വരുവാനും പറ്റിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയുന്നു, ഹല്ലേലൂയ, നമ്മുടെ കണ്ണുകൾക്ക് ആഴമായൊരു നിയോഗം ഉണ്ടാകണം. ഹല്ലേലൂയ. മോശയെ കുറിച്ച് പറയുന്ന 120 വയസ്സായിരുന്നു മരിക്കുമ്പോൾ. ഹല്ലേലൂയ. കാഴ്ച മങ്ങിയില്ല, ദേഹബലം ക്ഷയിച്ചില്ല. ഓ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ്, ഞാൻ ഈ നാള് ഇടയ്ക്കൊന്നും ചിന്തിക്കാത്തൊരു വചനമാണത്. ഹല്ലേലൂയ. കാഴ്ചപ്പാടിന് മങ്ങലില്ലാത്തൊരു മോശ മരിക്കുമ്പോൾ 120 വയസ്സ്, എത്രയോ വൃദ്ധനായി. ഹല്ലേലൂയ. കാഴ്ചപ്പാടുകൾ അസ്തമിച്ചു പോകേണ്ട സ്ഥാനത്ത് കണ്ണിന്മേലുള്ള അഭിഷേകം, കാഴ്ചയുടെ മേലുള്ള നിയോഗം, ഹല്ലേലൂയ, അവന്റെ കാഴ്ചയുടെ ഹല്ലേലൂയ അളവ് നഷ്ടപ്പെടുത്തിയില്ല, ദേഹബലം ക്ഷയിച്ചില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിലുള്ള ദൈവാത്മാവിന്റെ നിയോഗത്താൽ നമ്മുടെ ഹല്ലേലൂയ ദേഹബലത്തിന് എത്ര മാത്രം ശക്തിയുണ്ട്. ശത്രു നമ്മളെ കീഴ്പ്പെടുത്തുവോ? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. മാത്രം നമുക്ക് പടി മേൽ നിന്ന് പടിയിലോട്ട് കയറുവാനായിട്ട് പറ്റുന്നുണ്ട്. എന്നെ ഉൾപ്പെടെ ഞാൻ പറയുന്നതാണ്. ഹല്ലേലൂയ. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലും. എനിക്ക് കഴിവില്ല കർത്താവേ, അവിടുത്തെ ഒരു നിയോഗം എന്റെ ജീവിതത്തിന്റെ മേലെ അയക്കണമേ. അങ്ങനെ ഓരോന്നായിട്ട് എടുത്ത് പഠിക്കാമെങ്കിൽ സ്തോത്രം ചെയ്യുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നു, കണ്ണിന്മേലുള്ള അഭിഷേകം ചില കാഴ്ചപ്പാടുകൾ മടക്കിത്തരും. പ്രൈസ് ദി ലോർഡ്. കാതിന്മേലുള്ള അഭിഷേകം ചില ഹല്ലേലൂയ വെളിപ്പാടുകളെ കാണുന്നതോടൊപ്പം ഹല്ലേലൂയ ദൈവശബ്ദം കേൾക്കുവാൻ ഇടയാക്കി തീർക്കും. സ്തോത്രം. പുറമേയുള്ള കണ്ണിനെ ചെവിയുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, നമ്മുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച്. പ്രൈസ് ദി ലോർഡ്. നിയോഗമുള്ളവൻ പുറത്തെ മനുഷ്യനല്ല, നിയോഗമുള്ളത് അകത്തെ മനുഷ്യനാണ്. ഹല്ലേലൂയ. നിയോഗം പ്രാപിക്കുന്നത് പുറത്തെ മനുഷ്യനല്ല, നിയോഗം പ്രാപിക്കുന്നത് അകത്തെ മനുഷ്യനാണ്. അകത്തെ മനുഷ്യന് കാഴ്ചയുണ്ടായാൽ നിന്റെ കാഴ്ചപ്പാടുകൾക്ക് വ്യത്യാസമുണ്ടാകും, നിന്റെ ഇടുങ്ങിയ ചിന്താഗതികൾക്ക് വ്യത്യാസമുണ്ടാകും. ഹല്ലേലൂയ. ദൈവാലോചനയുടെ ആഴമേറിയ മർമ്മങ്ങളെ കേൾക്കുവാൻ നിന്റെ ചെവിക്ക് നല്ല കേൾവി ശക്തി ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കണ്ടാൽ മാത്രം പോരാ, കേൾക്കണം. കേട്ടാൽ മാത്രം പോരാ, ഗ്രഹിക്കണം. ഗ്രഹിച്ചാൽ മാത്രം പോരാ, നമ്മൾ അതിനായി തുനിഞ്ഞിറങ്ങണം. ഹല്ലേലൂയ. ഗുഹയ്ക്കകത്ത് ഒളിച്ചിരുന്ന ഏലിയാവ്, ദീർഘകാലം നിനക്ക് അവിടെ ഇരിക്കാനുള്ള സാവകാശമില്ല.
അതിനുള്ള അവകാശമില്ല. നിയോഗം പ്രാപിച്ച നീയാണ്, കാഴ്ചപ്പാട് കിട്ടിയ നീയാണ്. കർമ്മേലിന്റെ മുകളിൽ 400ഉം 480ഉം 850 പ്രവാചകന്മാരെ നിന്റെ ഒറ്റ കൈ കൊണ്ട് നീ നശിപ്പിച്ചവനാണ്. ഇനിയും നിനക്ക് ഗുഹയ്ക്കകത്ത് ഒതുങ്ങാനാണോ താല്പര്യം? പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, എത്രയോ പേർ ആ ചെറിയൊരു സ്ഫുരണം, ആ ചെറിയൊരു കിരണം, ആ ചെറിയൊരു സ്പാർക്ക് അനുഭവിച്ചിട്ട് അത് മതിയെന്ന് പറഞ്ഞ് ഗുഹയ്ക്കകത്ത് ഒളിച്ചിരിക്കുന്ന വ്യക്തിമണ്ഡലങ്ങളോട് ആത്മാവിൽ ഞാൻ പ്രവചിക്കുന്നു, ഈ വേളയിൽ വാ, പരിശുദ്ധാത്മാവിന് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട്. അണഞ്ഞു പോകുമെന്ന് നീ പലപ്പോഴും പ്രതീക്ഷിക്കുന്നതിനെ വലിയൊരു ജ്വാലയാക്കി തീർക്കുവാൻ പരിശുദ്ധാത്മാവിന് ആഗ്രഹമുണ്ട്. നീ നിന്നെ കുറിച്ച് തന്നെ ചിന്തിക്കുന്ന ഒരു വിലയിരുത്തലുണ്ട്. പ്രൈസ് ദി ലോർഡ്. കാരണം ഞാൻ അണഞ്ഞു പോകും, ഞാൻ ഇച്ചിരേ ഉള്ളൂ, എന്നെ കൊണ്ട് ഒന്നും പറ്റില്ല, ഞാൻ ഈ ചുറ്റുപാടിൽ മാത്രം ഹല്ലേലൂയ എന്ന് ചിന്തിക്കുന്നു എങ്കിൽ പരിശുദ്ധാത്മാവിൽ ഞാൻ പ്രഖ്യാപിക്കുന്നു, നിന്റെ തിരിവട്ടത്തെ ജ്വാലയാക്കി തീർക്കുവാൻ പരിശുദ്ധാത്മാവിന് കഴിയും. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തണ്ടിന്മേൽ വെച്ചാലാണ് മലമേൽ പ്രകാശിക്കുന്നത്. ഹല്ലേലൂയ. പറയുടെ കീഴിൽ വെച്ചാൽ അത് അണഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വായുമായൊരു സമ്പർക്കം എപ്പോഴും തീക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ മാത്രമേ അത് ആളിക്കത്തുകയുള്ളൂ. നീ പറ കൊണ്ട് എത്ര അടയ്ക്കാൻ നോക്കിയാലും പരിശുദ്ധാത്മാവിന്റെ നിയോഗം നിന്റെ മേലുണ്ടെങ്കിൽ അതിനെ പൊട്ടിച്ച് പരിശുദ്ധാത്മാവിനെ വെളിയിൽ കൊണ്ടുവരും. ആരോടൊക്കെയോ ആത്മാവിൽ ഞാൻ ദൂത് വിളിച്ചു പറയുകയാണ്, പറയ്ക്കുള്ളിൽ ഒതുക്കിക്കളയുവാൻ, നിന്റെ ജീവിതത്തെ ഞെരുക്കിക്കളയുവാൻ, നിന്നെ ഇല്ലായ്മ ചെയ്യുവാൻ, ഹല്ലേലൂയ, നിന്റെ വായടയ്ക്കുവാൻ, നിന്റെ നിയോഗത്തെ നശിപ്പിക്കുവാൻ ദുഷ്ടനായവൻ ആഗ്രഹിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് പ്രഖ്യാപിക്കുന്നു, ഹല്ലേലൂയ, ഹല്ലേലൂയ, നീ വെളി വന്നേ പറ്റൂ. കാരണം നിനക്ക് ദീർഘദൂരം യാത്ര ചെയ്യാനുണ്ട്. നിങ്ങൾ വചനത്തിൽ എൻ്റെ കൂടെ വരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. പശ്ചാത്തലമൊന്നും പറയാതെ ഞാൻ ഇങ്ങനെ തൊട്ടുപോകുമ്പോൾ വചനത്തിന്റെ ആഴമായ സത്യം നിങ്ങളുടെ ജീവിതത്തെ സ്വതന്ത്രമാക്കി, ഹല്ലേലൂയ, വെളിയിൽ വന്ന് കർത്താവിന് വേണ്ടി ശോഭിക്കുന്ന തീ പന്തങ്ങളാക്കി ചില വൻകാടുകളെ കത്തിക്കുവാൻ, ചില ഇരുട്ടറകളിൽ പ്രകാശമുണ്ടാകുവാൻ ആത്മാവിൽ ദൈവം തരുന്ന ഒരു ദൂതിനെ കൂടെ ഞാൻ കോർത്തിണക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പത്രോസേ, നീ ബന്ധിക്കപ്പെട്ടവനായി ഈ ഇരുട്ടറയിൽ ആയിരിക്കുന്നു എങ്കിലും നിന്റെ അടുത്ത് വരുന്നൊരു ദൂതനുണ്ട്. അവൻ വരുമ്പോൾ അറ പ്രകാശിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായമാണ്. സ്തോത്രം. ദൂതൻ എപ്പോഴാണോ അറയ്ക്കകത്ത് വന്നത് ആ സമയത്ത് അത് അറ പ്രകാശിച്ചു. പ്രൈസ് ദി ലോർഡ്. ഏലിയാവിന്റെ അടുക്കൽ ദൈവശബ്ദം എപ്പോഴാണോ എത്തിയത് അവൻ ഗുഹ വിട്ട് പുറത്തു വന്നു. പ്രൈസ് ദി ലോർഡ്. പിന്നെ അവൻ അവിടെ നിൽപ്പില്ല, അവൻ ദൂരെ യാത്രയ്ക്കൊരുങ്ങുകയാണ്. പ്രൈസ് ദി ലോർഡ്. നിയോഗങ്ങൾ ഏറ്റെടുത്താൽ യാത്ര ചെയ്യേണ്ടി വരും. നിയോഗങ്ങൾ ഏറ്റെടുത്താൽ ചിലതിനെ മറുകടക്കേണ്ടി വരും. നിയോഗങ്ങൾ ഏറ്റെടുത്താൽ ചിലതിനെ ചാടിക്കടക്കേണ്ടി വരും. നിയോഗങ്ങൾ ഏറ്റെടുത്താൽ ചിലതിനെ പിടിച്ചെടുക്കേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. ഓ റബന ശന്തരേ അതുൽക്കടക ശബ്ദരാതിരാധന ഘടകത്തുന അന്തരാതിരാധന ഘടക പിശാചേ. ഒരു വചന വെളിപ്പാട് കൂടെ പറയാം. പിശാചേ, നിനക്ക് ഉപായത്താൽ ഹവ്വയുടെ അടുക്കൽ വന്ന് നിന്റെ വഞ്ചന സ്വഭാവം കൊണ്ട്, ഹല്ലേലൂയ, അവളെയും അവളെ കുടുംബത്തെയും താളടിയാക്കുവാൻ പറ്റും. അതിനപ്പുറം ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരു കുഞ്ഞാട് അറുക്കപ്പെടേണ്ടതിന് നിയോഗിതനായി പിതാവിന്റെ വലത്തുഭാഗത്തുണ്ട് എന്നുള്ള സത്യം നീ സാക്ഷാൽ മറന്നുപോയി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിശാചിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഉപായത്താൽ വരിക, ചതിക്കുക, വഞ്ചിക്കുക, തോട്ടത്തിൽ നിന്ന് പുറത്താക്കുക, നന്മയെ കെടുത്തുക, സൗന്ദര്യം നഷ്ടപ്പെടുത്തുക, ബോധമില്ലായ്മയാക്കുക. ഇതൊക്കെ പിശാചിന് ചെയ്യാൻ പറ്റുകയുള്ളൂ.
ഹല്ലേലൂയ. നിയോഗം പ്രാപിച്ചവൻ പിന്നാലെ ഉണ്ടെന്ന്. സ്തോത്രം. അനാദികാലങ്ങൾക്ക് മുൻപേ ഹല്ലേലൂയ നിയോഗം പ്രാപിച്ച ഒരുത്തൻ പിതാവിന്റെ വലത്തുഭാഗത്തുണ്ട്. അവൻ കടന്നു വരേണ്ടത് ആവശ്യമാണ്. നിന്റെ ഹല്ലേലൂയ പരിപാടിയൊന്നും ഹൗവയുടെ അടുത്ത് മാത്രമേ നടക്കുകയുള്ളൂ. എന്നാൽ തന്റെ ജനത്തെ വീണ്ടെടുക്കുവാൻ ഒരുത്തൻ മഹത്വത്തിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. നമുക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ തലമുറകൾക്ക് വേണ്ടി, നമ്മുടെ ശുശ്രൂഷകൾക്ക് വേണ്ടി, നമ്മുടെ ജീവിത നിലവാരങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ ഒരുവൻ നമുക്ക് വേണ്ടി എഴുന്നേറ്റിട്ടുണ്ട്. അല്ല, അവൻ പുറപ്പെട്ടിട്ടുണ്ട്. അല്ല, അവൻ നമ്മുടെ സമീപത്തുണ്ട്. സ്തോത്രം. എത്ര പേർക്ക് ആ കർത്താവിനെ ഏറ്റെടുക്കാനായിട്ട് പറ്റും? എത്ര പേർക്ക് ആ നിയോഗം പ്രാപിക്കുവാനായിട്ട് പറ്റും? ഇവിടെ ദാവീദ് പറയുന്നു, നിന്നാൽ എനിക്ക് പറ്റത്തില്ലെന്ന് ഹല്ലേലൂയ സറണ്ടർ ചെയ്ത് പറയാണ്. എന്നെ കൊണ്ട് പറ്റത്തില്ല. ഒരു മനുഷ്യന്റെ ഹല്ലേലൂയ ശക്തി കൊണ്ട് ഒരു കരടിയോ ഒരു സിംഹത്തെയോ വലിച്ചു കീറുവാൻ പറ്റുമോ? ഹല്ലേലൂയ. പോട്ടെ പോട്ടെ, അതെല്ലാം പോട്ടെ. സ്തോത്രം. നിസ്സാരം ഒരു കല്ലുകൊണ്ട്, എന്റെ മെസ്സേജിന് ഇടയ്ക്ക് അത് വരുന്നുണ്ട്, സമയം കിട്ടുന്ന പോലെ പറയാം. നിസ്സാരമായൊരു കല്ലുകൊണ്ട്, സ്തോത്രം, എടാ എവിടെയാണ് കൊള്ളേണ്ടത് അത് കാണാനുള്ള ഒരു കാഴ്ചപ്പാടുണ്ടോ? എന്നെ ഉൾപ്പെടെ പറയാണ്. എടാ ശത്രുവിനെ എവിടെയാണ് കൊള്ളേണ്ടത് അവിടെ തന്നെ കൊള്ളിക്കാനുള്ള കാഴ്ചപ്പാട് നമുക്കുണ്ടോ? പലപ്പോഴും നമ്മുടെ ആത്മീയജീവിതത്തിൽ നമ്മൾ പരാജിതരല്ലേ? നമ്മുടെ കാല് തട്ടി നമ്മൾ പലപ്പോഴും നിൽക്കാറില്ലേ? എന്താ കാരണം? പലരോടും ഞാൻ ഉൾപ്പെടെ പറയാറുണ്ട്, പ്രാർത്ഥിക്കണേ പ്രാർത്ഥിക്കണേ, ഇന്ന വിഷയമാണ്, പ്രാർത്ഥിക്കണേ പ്രാർത്ഥിക്കണേ പ്രാർത്ഥിക്കണേ. പക്ഷെ നമ്മുടെ കണ്ണു തുറന്നാലോ ഒരു പ്രത്യേക അഭിഷേകത്താൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുവിന് കൊള്ളേണ്ട ഇടം കാണുവാൻ തക്കവണ്ണം നമ്മളെ കണ്ണു തുറന്നെങ്കിലേ പറ്റുകയുള്ളൂ. കാരണം കല്ല് നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത്. കല്ല് നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നെന്ന്. നമ്മുടെ സഞ്ചിയിലാണ് കല്ല്. നമ്മളിലാണ് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. നമുക്കാണ് ഉത്തരവാദിത്വം. അത് നാം തന്നെ ചെയ്തേ പറ്റൂ. പക്ഷെ കണ്ടില്ലെങ്കിലോ, അവന് വലിയ വാളുണ്ട്, അവൻ അംഗരക്ഷകരുണ്ട്. അവൻ വന്ന് പെതിയെ നമ്മളെ അങ്ങ് തട്ടിക്കളയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ആത്മാവിൽ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, ഒരു ആത്മീയ കാഴ്ചപ്പാട് നമുക്ക് അത്യാവശ്യമാണ്. ഇല്ലെന്നല്ല ഞാൻ സമർത്ഥിക്കുന്നത്, എന്നാൽ അത് വർദ്ധിച്ചു വരണം എന്ന് ഞാൻ ഇന്ന് പകൽക്കാലം നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. ഹല്ലേലൂയ. ആ വേഴ്സ് വിടട്ടെ. നിന്നാൽ ഞാൻ 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 അതൊന്ന് വിശദീകരിക്കാനുള്ള വലിയൊരു പ്രസംഗമാണ് ഞാൻ എന്നുള്ള സബ്ജക്റ്റ്. ഹല്ലേലൂയ. ഞാൻ നിന്നാൽ അത് കർത്താവിനെ അങ്ങ് ഏൽപ്പിച്ചു കൊടുത്തു. അഭിഷേകത്താൽ, കൃപയാൽ, നിറവിനാൽ, ഹല്ലേലൂയ, അവിടത്തെ ശക്തിയാൽ. ഹല്ലേലൂയ. സ്തോത്രം. 32-ാം വാക്യത്തിൽ അങ്ങനെ ഒരു വാക്യമുണ്ട്, എന്നെ ശക്തി കൊണ്ട് അരമുറുക്കുന്ന, എന്റെ വഴി കുറവ് തീർക്കുന്ന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ഇതിന് നമ്മളെ കൊണ്ട് പറ്റാത്ത കുറെ കാര്യങ്ങളുണ്ടെന്ന്. ഹല്ലേലൂയ. അതിന് ശക്തി തരുന്നൊരു ദൈവമുണ്ട്. വിടട്ടെ. നിന്നാൽ ഞാൻ എന്ന് പറയുന്ന വാക്കിനെ കുറിച്ച് എല്ലാവർക്കും നല്ല അവബോധമുണ്ട്. കാരണം ഞാൻ എപ്പോൾ ഉണരുമോ അവിടെ ദൈവം ഇരിക്കും. ദൈവം ഇരിക്കും. ഞാൻ എപ്പോൾ എഴുന്നേൽക്കുമോ അപ്പൊ അവിടെ ദൈവം ഇരിക്കും. പക്ഷെ ഞാൻ എപ്പോ ഇരിക്കാൻ തയ്യാറാവുമോ അന്നേരം ദൈവം എഴുന്നേൽക്കും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഹല്ലേലൂയ. ഞാനെന്ന അഹങ്കാരം, ഞാനെന്ന ഭാവം, ഞാനെന്ന സ്വഭാവം, എന്റേതെന്ന രീതി, എന്റെ ശൈലി, എന്റേതായ ഹല്ലേലൂയ കുറെ കാര്യങ്ങൾ, അത് ഞാൻ എപ്പോ താഴ്ത്തി വെക്കാൻ തയ്യാറാകുമോ അപ്പം കർത്താവ് നമുക്ക് വേണ്ടി എഴുന്നേൽക്കും. എടാ ഞാൻ പറയട്ടെ, ആ നയീൻ എന്ന പട്ടണത്തില് ഹല്ലേലൂയ മഞ്ചൻ ചുമന്നു കൊണ്ടുവന്നവർ മഞ്ചൻ ചുമന്നുകൊണ്ട് അങ്ങ് പോയെങ്കിൽ കർത്താവിനൊന്ന് കാണുവാനോ ഒന്ന് തൊടുവാനോ പറ്റുമായിരുന്നു? പക്ഷെ യേശുവിനെ കണ്ടപ്പോൾ മഞ്ചൻ ചുമക്കുന്നവർ നിന്നു, മഞ്ചൻ താഴ്ത്തി വച്ചു. നീ എപ്പോഴാണോ നിന്നെ താഴ്ത്തി വെക്കാനായിട്ട് തയ്യാറാകുന്നത് അപ്പോൾ കർത്താവ് അടുത്തു വരും, കർത്താവ് തൊടും, കർത്താവ് സംസാരിക്കും, നിന്റെ വിടുതൽ പുറത്തു വരും.
ഞാൻ എന്നെ തന്നെ, ഞാൻ ഒന്നുമില്ല. മറിയ പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ കർത്താവിന്റെ ദാസി. ഓ ഹല്ലേലൂയ. ആ വചനത്തിന്റെ വെളിപ്പാട് പ്രഖ്യാപനം ഒന്ന് നോക്കിക്കേ. ഹല്ലേലൂയ. മറിയേ, നീ നിന്റെ ഉദരത്തിൽ ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കും എന്ന് പറഞ്ഞപ്പോൾ മറിയയ്ക്ക് പറയാനുള്ളത്, ഹല്ലേലൂയ, ഞാൻ കർത്താവിന്റെ ദാസി. വേറെ വിശദീകരണത്തിലോട്ട് ഞാൻ പോകുന്നില്ല. ഞാൻ കർത്താവിന്റെ ദാസി. ദാസി മീൻസ് അടിമ, ഒന്നുമല്ല. ഞാൻ നിന്നെ താഴ്ത്തി തരികയാണ്. എന്നെ കൊണ്ട് എന്റെ ബുദ്ധിക്ക് അപ്രമേയമാണ് നീ പറഞ്ഞത്. എന്റെ ബുദ്ധി കൊണ്ട് ചിന്തിക്കാത്തതാണ് നീ പറഞ്ഞത്. സമൂഹം അംഗീകരിക്കാത്തതാണ് നീ പറഞ്ഞത്. ഞാൻ പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് എനിക്കോ എന്റെ കുടുംബത്തിനോ എന്റെ സമൂഹത്തിനോ അറിയുകയില്ല. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ഇതാ കർത്താവിന്റെ ദാസി. കാരണം കർത്താവ് എന്ന് പറഞ്ഞാൽ മേളിലുള്ളവനെന്നർത്ഥം. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ തന്നെ താഴ്ത്തുമ്പോൾ കർത്താവ് എന്റെ മേളിലാകും. കർത്താവ് എന്റെ വിഷയം പരിഹരിക്കും. കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. കർത്താവ് എനിക്ക് വേണ്ടി ഇറങ്ങി വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പാപം നിർത്തരുതേ എന്ന് പറഞ്ഞുകൊണ്ട് സ്തെഫാനോസ് കണ്ണുകളെ മുകളിലേക്ക് ഉയർത്തിയപ്പോൾ പിന്നെ ഇരുന്നവൻ, ഹല്ലേലൂയ, അവൻ എഴുന്നേറ്റു. ഹല്ലേലൂയ. വിശദീകരിക്കുന്നില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. സമയം ഓടിപ്പോകുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണുകളെ മുകളിലോട്ടൊന്ന് ഉയർത്തി ഞാനൊന്നുമല്ലെന്ന് പറഞ്ഞ് ഇവർക്ക് ഇവരുടെ പാപം നിർത്തരുതേ എന്ന, ഹല്ലേലൂയ, കേണപേക്ഷിച്ചുകൊണ്ട് കണ്ണിനെ മുകളിലേക്ക് ഉയർത്തിയപ്പോൾ ഇരിക്കുന്നവൻ ഇരുന്നിടത്തു നിന്ന് എഴുന്നേറ്റു എന്ന് പറഞ്ഞാൽ, ഞാൻ എന്നെ തന്നെ താഴ്ത്താൻ എപ്പോഴാണ് തയ്യാറാകുന്നത്, അന്നേരം ദൈവം നമുക്ക് വേണ്ടി എഴുന്നേൽക്കും. പ്ലീസലോ. ഒത്തിരി വചനഭാഗം എടുത്ത് കോട്ട് ചെയ്യാൻ എനിക്ക് പറ്റും, സമയം ഓടിപ്പോകുന്നല്ലോ. ആ വാക്യം ഞാൻ പറഞ്ഞു നിർത്താം. പടക്കൂട്ടത്തിന്റെ നേരെ എനിക്ക് ഏറ്റവും മർത്തുണ്ടായിട്ട് ഒരു വാക്കായിരുന്നു വേഴ്സ്, പടക്കൂട്ടം. അപ്പോഴേ പോകുന്നത് ഞാനല്ല, നിന്നാൽ, നിന്റെ ശക്തിയാൽ, നിയോഗത്താൽ. ഞാനല്ല പോകുന്ന ഇടം എന്ന് പറയുന്നത് ഒരു പടക്കൂട്ടമാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു പടക്കൂട്ടത്തിന്റെ നേരെയാണ് ഞാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായോ? പോകുന്നത് ഞാൻ മാത്രം. ഞാൻ എന്നാണ് ഒരു സിംഗുലർ ആണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ മാത്രം. പക്ഷെ ഞാനല്ലെന്ന് താഴ്ത്തി തന്നുകൊണ്ട് ഞാൻ നിന്നാൽ പോകാൻ തയ്യാറാകുകയാണ്. പക്ഷെ പോകേണ്ടുന്ന ഇടം ഒരു പടക്കൂട്ടമാണ്. ഒരു വ്യക്തിയുടെ നേരെ ഒറ്റയ്ക്കല്ല, ഒരു വ്യക്തി മാത്രമേ പോകുന്നുള്ളൂ. പക്ഷെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു സമൂഹം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ പോകുന്നത് നമ്മൾ ഒറ്റയ്ക്കാണ്, പോകേണ്ടടുത്ത് ഒരു സമൂഹമാണ്. പ്രൈസ് ദി ലോർഡ്. പിന്നെ ഒരു കാര്യം കൂടെ, നിങ്ങൾക്ക്, ഞാനൊരു സാധാരണ വ്യക്തിയാണ്, പക്ഷെ ചെല്ലുന്നത് സന്നാഹത്തിന്റെ അടുക്കലേക്കാണ്. ദൈവം തരുന്ന വെളിപ്പാടുകൾക്കായിട്ട് സ്തോത്രം. ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്, ഞാൻ തന്നെയാണ് പോകുന്നത്, എന്റെ കഴിവുകൊണ്ടല്ല ഞാൻ പോകുന്നത്. ഹല്ലേലൂയ. ഞാനൊരു പുഷിങ്ങിന്റെ പുറത്ത്, എന്നെ ഒന്ന് ഉന്താൻ, എന്നെ ഒന്ന് തെള്ളാൻ ഒരു ബാക്കിൽ ഒരു ശക്തിയുണ്ട്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പ്രസന്റ് ആയിട്ട് പോകുകയാണ്. പക്ഷെ ഞാൻ പോകുന്നത് ഒരു സമൂഹത്തിന്റെ അടുക്കലാണ്. അപ്പോൾ നമ്മുടെ ശത്രു ചെറിയ ആളാണോ? പടക്കൂട്ടം ചെറുതാണോ? ഒറ്റയ്ക്കാണെങ്കിൽ ഒരു കൈ നോക്കാമെന്നായിരുന്നു. പക്ഷേ ഒറ്റയ്ക്ക് ഒരു കൂട്ടത്തിന്റെ നേരെ ചെന്നാലോ? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ആത്മീയ ജീവിതമായിട്ടൊന്ന് തട്ടിച്ചു നോക്കിക്കേ. എത്രയോ പ്രതിസന്ധികളെ തരണം ചെയ്താണ് നമ്മൾ ഇത്രയിടം വരെ എത്തിയത്. പ്രൈസ് ദി ലോർഡ്. അവിടെയൊക്കെ നമ്മളെ കഴിവുകൾ തന്നെ ആയിരുന്നോ? നമ്മൾ ഒറ്റയ്ക്ക് ആയിരുന്നല്ലോ. നമ്മളെ കൂടെ പറ്റുമായിരുന്നോ അതൊക്കെ ഒന്ന് തന്നെ ഓവർകം ചെയ്ത് ഇത്രയിടം വരെ എത്താൻ? പ്രൈസ് ദി ലോർഡ്. ഞാൻ ആത്മാവിൽ നിങ്ങളോട് പറയുന്നു, നമ്മെ നയിക്കുന്ന ഒരു ശക്തിയുണ്ട്. അവൻ നമ്മെ പുഷ് ചെയ്ത് മുൻപോട്ട് കൊണ്ടുവരുന്ന ഇടം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇടമല്ല. നിങ്ങൾ എത്രയോ പേര് ചിന്തിച്ചിട്ടുണ്ട്, എന്റെ ബുദ്ധി കൊണ്ട് ഇത് നേടിയെടുക്കാമെന്ന്, എന്റെ കാൽക്കുലേഷനകത്ത് ഇത് നിൽക്കുമെന്ന് നിങ്ങൾ എത്രയോ തവണ ആലോചിച്ച് പരാജയമടങ്ങിയ വ്യക്തിയാണ് എന്ന് ഞാൻ പരിശുദ്ധാത്മാവിൽ നിങ്ങളോട് പറയുന്നു. ആമേൻ, ആമേൻ, ആമേൻ. എന്റെ ഇത്ര ക്യാഷ് കൊണ്ട് ഇന്ന കാര്യം ചെയ്തെടുക്കാം, എന്റെ
ഇത്ര സമയം കൊണ്ട് ഇന്ന കാര്യം ചെയ്തെടുക്കാം, എന്റെ ഇത്ര ഈ ആരോഗ്യമുണ്ടല്ലോ, ഇത്രയും കൊണ്ട് ഇന്നത് ചെയ്തെടുക്കാം, എന്നെ ഇത്ര മാത്രമുള്ള എന്റെ ഒരു പവർ ഉണ്ടല്ലോ, റിവീൽ പവർ, അതുകൊണ്ട് ഇതൊക്കെ നേടിയെടുക്കാം എന്ന് എത്രയോ വട്ടം ചിന്തിച്ചിട്ട് എത്രയോ പ്രാവശ്യം പരാജയപ്പെട്ടു പോയവരാണ് നമ്മൾ. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് മുൻപിലുള്ള സമൂഹം വെറും സമൂഹമല്ല, പടയാളികളാണ്. പടയാളികൾ വെറും കൈയുള്ളവരല്ല, അവർ യുദ്ധക്കോപ്പുകളുള്ളവരാണ്. നിങ്ങൾ പോകുമ്പോൾ ഹല്ലേലൂയ. എനിക്ക് ഒരു ദൈവം തന്നെ ഒരു വചനം ഒരുപാടുകൂടെ എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ ഒരു ക്രൈസ്തവരെ സംബന്ധിച്ച്, ഒരു ക്രിസ്ത്യ വിശ്വാസിയെ സംബന്ധിച്ച്, വിജയകരമായ ആത്മജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചുള്ള ഹല്ലേലൂയ യുദ്ധ ആയുധങ്ങൾ ധരിക്കേണ്ടതിനെ കുറിച്ചുള്ള സവിശേഷമായ വിശേഷമായ ഒരു വിവരണം തന്നെയുണ്ട്. 6:10 മുതൽ. ഹല്ലേലൂയ. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, എനിക്ക് തോന്നുന്നു ആ വാക്യം, സ്തോത്രം, ദൈവത്തിന്റെ ശക്തിയാലാണ്, അതിന്റെ അമിത ബലത്തിനും. ഈ വാക്യം അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, നിന്നാൽ എന്ന് പറയുമ്പോൾ എന്റെ കഴിവ് കൊണ്ടല്ല, അവിടുത്തെ ശക്തിയാലും അവിടുത്തെ അമിത ബലത്താലും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയാകുന്നു എങ്കിൽ അവിടെ ഒരു ക്രിസ്തീയ വിശ്വാസി വിജയിക്കേണ്ട അവന്റെ ശരീര അവയവങ്ങളുടെ ആവരണത്തെ കുറിച്ച് അവിടെ പ്രഖ്യാപിക്കുന്നുണ്ട്, പറയുന്നുണ്ട്, വിശദീകരിക്കുന്നുണ്ട്. ഇവിടെ പറയുന്നു, പോകേണ്ടെന്ന് നീ ഒറ്റയ്ക്കാണെന്ന് തോന്നിയാലും നിന്നെ ആവരണം ചെയ്യുന്ന ഒരു ദൈവശക്തിയുണ്ട്. നിനക്ക് ഹല്ലേലൂയ ആവരണം ചെയ്യുന്ന ഒരു ദൈവശക്തിയുണ്ട്. നിന്നെ മുന്നോട്ട് നയിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. അവൻ മുന്നോട്ട് നിന്നെ വിട്ടിട്ട് അവൻ പുറകോട്ട് ഓടിപ്പോകുന്ന ദൈവമല്ലോ. ഞാൻ ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു, കൗളുടയൻ ആടുകളെ കുറിച്ച് വിചാരമില്ലാത്തവനാണ്, എന്നാൽ നമ്മെ യുദ്ധത്തിന് പറഞ്ഞു വിട്ടിട്ട് അവൻ മാറിയിരിക്കുന്ന ദൈവമല്ല, അവൻ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. എത്രയോ മേഖലകൾ, എനിക്ക് ഒത്തിരി കാര്യങ്ങൾ എടുത്തെടുത്ത് പറയാൻ പറ്റും. സ്തോത്രം. രോഗിയായി തീർന്നപ്പോഴും, കഷ്ടം അനുഭവിച്ചപ്പോഴും, എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് പകച്ചു നിന്നപ്പോഴും, പത്രോസിനെ പോലെ എടുത്ത് വെള്ളത്തിലൊന്ന് ചാടി നടക്കാൻ ശ്രമിച്ചു, പക്ഷെ എന്ത് ചെയ്തു? ഹല്ലേലൂയ, താണുപോയി. അങ്ങനെയുള്ള എത്രയോ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. അവിടെയൊക്കെ കരം പിടിക്കാൻ ഒരു യുദ്ധനായകൻ, ഒരു സൈന്യാധിപൻ, ഓ ഹല്ലേലൂയ, വചനമെന്ന് പേരുള്ളവൻ, വചനം വാളാണല്ലോ, നമുക്ക് മുൻപായി പിടിച്ചുകൊണ്ട് ഒരു സൈന്യാധിപനെ പോലെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യുന്നവൻ. ഹല്ലേലൂയ. ശത്രു ഹല്ലേലൂയ, നിന്റെ കയ്യിൽ എത്ര ആയുധമുണ്ടെങ്കിലും, നീ പടക്കൂട്ടമാണെങ്കിലും, നീ എനിക്ക് നേരെ എഴുന്നേൽക്കുന്ന ഒരു സമൂഹമാണെങ്കിലും, ഞാൻ ആത്മാവിൽ നിന്റെ അടുക്കലേക്ക് വരുന്നു. നീ ഒരു ഒറ്റ മനുഷ്യനെ പോലെ ശത്രുവിനെ തോൽപ്പിക്കുമെന്ന് ഹല്ലേലൂയ ഞാൻ ആത്മാവിൽ ഏതോ ഒരു വ്യക്തിയോടുള്ള ദൈവിക ദൂത് കൈമാറുകയാണ്. നീ അഭിമുഖീകരിക്കുന്ന ഹല്ലേലൂയ വലിയ പ്രശ്നത്തെ ഒരു ഒറ്റ മനുഷ്യനെ പോലെ നീ തോൽപ്പിച്ച് വിജയശ്രീ ലാളിതനായി മടങ്ങി വരുമെന്ന് ഞാൻ ആത്മാവിൽ പ്രഖ്യാപിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഉറബലഘട്ട സ്കൈഡഗരഗദലഗടക അന്തനാദിരാദലഗടക ഷൈഡഗരഗദുന അദ്ദുൽ പൗഡവരിഖബലഗടക ശന്തരാദന അന്തനേരിക്കൽ കടകെ അച്ചസ്കൈദരാദല റിമൽ കടക ഷൈഡഗരഗദന. നിങ്ങൾക്കറിയാമോ, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ള ഒരു ദൈവമാണ് നമ്മെ പറഞ്ഞു വിട്ടിരിക്കുന്നത്. ഈ ലോകത്തിലെ തീക്ക് നമ്മെ നശിപ്പിച്ചു കളയുവാനുള്ള അവകാശമില്ല. നിങ്ങളെ ചൂട് അനുഭവിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നു, ഞാനിപ്പോ തകർന്നു പോകും, ഞാനിപ്പോ തീർന്നു പോകും, എന്റെ മനസ്സ് അസ്വസ്ഥമായിരിക്കുന്നു, ഞാൻ എങ്ങനെ ഒന്ന് കരകയറും. ഹല്ലേലൂയ. ആത്മാവിൽ ഞാൻ പറയുന്നു, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണോട് കൂടിയവൻ കണ്ടാൽ നിന്നെ ഹല്ലേലൂയ പണിയേണ്ട വണ്ണം അവനൊന്ന് പണിയും. നിന്റെ പോക്കറ്റിൽ കിടക്കുന്ന കല്ലൊന്നെടുക്കുവാൻ നീ തിരിഞ്ഞു നോക്കേണ്ടി വരികയില്ല. യഥാസ്ഥാനത്ത് എവിടെയാണ് കിടക്കുന്നതെന്ന് ആത്മാവ് നിന്നെ പ്രചോദനം
കല്ലെടുത്താൽ പിന്നെ കവണ മിണ്ടാതിരിക്കയില്ല. അത് എയ്തു വിട്ടാൽ കൊള്ളേണ്ടടത്തു കൊള്ളും. പ്രൈസ് ദി ലോർഡ്. ഇതാണ് നമ്മുടെ യുദ്ധതന്ത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കല്ലെടുക്കുക. കല്ല് ദാവീദിന്, എനിക്ക് തോന്നുന്നു ദാവീദിന് ഇങ്ങനെ ഒരു സന്ദർഭം കിട്ടുമെന്ന് ഓർത്താണോ കല്ലെടുത്തതെന്ന് എനിക്കറിയില്ല. ഞാൻ ഇത്ര ചിന്തിച്ചിട്ട് എനിക്ക് പറ്റുന്നില്ല. കാരണം വരുന്ന വഴിക്ക് തോട്ടിന് മിനുസമുള്ള 5 കല്ലെടുത്തു. ഹല്ലേലൂയ. പലപ്പോഴും കവിണ കയ്യിലുണ്ട്. പലതിനെയും തെറ്റാടി പോലെ അതിനെ കവിണ വെച്ച് ഏത് വനത്തിലായിരുന്നല്ലോ, അപ്പൊ അതിനൊക്കെ പ്രാക്ടീസ് കാണും. പക്ഷെ ഇവിടെ ഒരു യുദ്ധഭൂമിയിൽ കടന്നു വരുമ്പോൾ ഈ ഒരു മല്ലനെ കല്ലുകൊണ്ട് കൊല്ലേണ്ടി വരും എന്നുള്ളൊരു ചിന്ത ആ ചെറിയ ബാലകൻ ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ കരുതേണ്ടത് കരുതി എന്നുള്ളതാണ്. നമുക്ക് എത്രമാത്രം ദൈവം തന്നിരിക്കുന്ന ആ ചെറിയ ചെറിയ കഴിവുകളെ നമ്മൾ ഒന്ന് നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കുന്നുണ്ട്. ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. എനിക്ക് ചെറിയ 2 വാക്ക് പറയാനായിരിക്കും, ചെറിയൊരു പാട്ട് പാടാനായിരിക്കും, ചെറിയൊന്ന് ലീഡ് ചെയ്യാനായിരിക്കും, ചെറിയൊന്ന് സംസാരിക്കാനായിരിക്കും, ചെറിയ പ്രാർത്ഥനയ്ക്കായിരിക്കും, ചിലരെ ഒന്ന് ദൈവഭാഗത്ത് കൊണ്ടുവരാനായിരിക്കും, ചിലർ സഭയുടെ ശുശ്രൂഷയെ സഹായിക്കാനായിരിക്കും, അല്ലെങ്കിൽ ഒരു വേലയ്ക്ക് വേണ്ടി സാമ്പത്തികമായി കൊടുക്കാനായിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഒന്ന് എൻകറേജ് ചെയ്യാനായിരിക്കും. പക്ഷെ ഈ ഒരു കാര്യങ്ങളിലൊക്കെ നമ്മൾ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളിൽ നമ്മൾ എത്ര വിശ്വസ്തരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എനിക്ക് ആ വാക്യം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പടക്കൂട്ടം എന്ന് പറയുന്നത്, ഹല്ലേലൂയ, എനിക്ക് ഒത്തിരി ഒരു ചരിത്രത്തെ ഉൾപ്പെടുത്തിയ പടക്കൂട്ടം. എന്നെങ്കിലും ഒരു അവസരം ദൈവം തരുവാണെങ്കിൽ ഈ പടക്കൂട്ടത്തെ കുറിച്ചൊന്ന് ചിന്തിക്കാം നമുക്ക്. ഹല്ലേലൂയ. അതുകൊണ്ട് അത് ആ വാക്ക് അങ്ങനെ അതുപോലെ വിടുകയാണ്. പടക്കൂട്ടം എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഇസ്രായേലിനെ സംബന്ധിച്ച് ആദ്യത്തെ രാജാവ് ശൗലായിരുന്നു, പിന്നെ ദാവീദ്. ഈ ദാവീദിന്റെ കാലം വന്നപ്പോൾ 2ാമത്തെ രാജാവാകുന്നതേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, സൈന്യ ബലത്തിൽ വളരെ ബലമൊന്നും ഉണ്ടായിരുന്നില്ല നമ്മുടെ ഇസ്രായേലിന്. ഇസ്രായേൽ മക്കൾക്ക് 2ാമത്തെ രാജാവിന്റെ കാലഘട്ടമായിരുന്നതേ ഉള്ളൂ. അവർ നേരത്തെ യഹോവ പറയുന്നത് പോലെയും പുരോഹിതൻ പറയുന്നത് പോലെയും ന്യായാധിപൻ പറയുന്നത് പോലെയൊക്കെ അനുസരിച്ച് ജീവിച്ചു വന്ന ഒരു ജനതയാണ് ഇസ്രായേൽ. പക്ഷെ ശൗലിന്റെ കാലത്ത് വന്നപ്പോൾ ചെറിയ ഒരു സൈന്യവും, ഇത്രയേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ആരാണോ നേതാവ് അയാൾ പറയും നമുക്കിന്നൊരു യുദ്ധമുണ്ട്, അല്ലെങ്കിൽ എല്ലാരും കൂടി വാ, ഒരു കാഹളം മുഴക്കും. ഹല്ലേലൂയ. ഇന്ന് ശത്രു സൈന്യം വരുന്നുണ്ട്, നമുക്ക് എല്ലാവർക്കും പോകണം. പക്ഷെ ഈ പോകുന്നവർ യുദ്ധതന്ത്രം പഠിച്ചവരാണോ? പടയാളികളാണോ? അത്യാവശ്യം നമുക്ക് കീശിന്റെ മക്കളെയും ഈശായിയുടെ മക്കളെയും ഇവരെയൊക്കെ കുറച്ച്, ഞാനൊരു മെസ്സേജ് കേട്ടപ്പോ ഇങ്ങനെ കേട്ടതാണ്, അവരുടെ കയ്യിലൊക്കെ വലിയ മൂർച്ചയില്ലാത്ത 1-2 ആയുധങ്ങളാണ് ഉള്ളത്. ഈ പോകുന്നവരുടെ കയ്യിലൊന്നും വേണ്ടിയ ആയുധങ്ങളൊന്നുമില്ല. കാരണം വേണ്ടി സൈന്യബലമില്ല ഇസ്രായേലിന്. വലിയ യുദ്ധം നയിക്കുന്ന സൈന്യാധിപന്മാരും യുദ്ധങ്ങളുമുള്ള, നമ്മള് ന്യായാധിപന്മാരുടെ 4-ാം അധ്യായത്തിൽ സീസർക്ക് ഈ 900 ഇരുമ്പ് രഥം ഉണ്ടായിരുന്നു വായിക്കുന്നു. ഇസ്രായേലിന് അതൊന്നും ഉണ്ടായിരുന്നില്ല അന്നത്തെ കാലത്ത്. എന്ന് പറഞ്ഞാൽ അതിൽ സൈന്യമൊന്നും ഇല്ലായിരുന്ന കാലത്തും ഇവർ ജയിച്ചെന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്ന് പറഞ്ഞ പടക്കൂട്ടം എന്ന് പറയുന്ന യുദ്ധസന്നാഹം, യുദ്ധതന്ത്രം പഠിച്ചവരാണ്, യുദ്ധം ചെയ്യാൻ പ്രാപ്തരാണ്. അതിനുവേണ്ടി ഒരുക്കി രാജാക്കന്മാർ കൊണ്ടുവരുന്നതാണ്. അവരുടെ നേരെയാണ് വെറും ഒരു കല്ലുമായിട്ട് പോകുന്നത്. ലോജിക് ഒന്നുമില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ശൗലിന്റെ ഡ്രസ്സ് എടുത്തിട്ട് കൂടെ, ആ അങ്കി എടുത്തിട്ട് കൂടെ, ഹല്ലേലൂയ, ദാവീദിന് അത് ശരിയായി കംഫർട്ട് ആകുന്നുണ്ടായിരുന്നില്ല. അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവന് പറ്റുന്നുണ്ടായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുന്നത്, വസ്ത്രം പോലും ഒരു സൈന്യത്തിന്റെ ഒരു ക്രമമായ രീതിയിൽ ഇസ്രായേലിനുണ്ടായിരുന്നില്ല. ജയിച്ചില്ലേ ഗോലിയാത്തിനെ? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദൈവം എത്ര വിശ്വസ്തനാണ്. എന്റെ സമയം ഇവിടെ തീരുവാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പടക്കൂട്ടത്തിൽ നിന്ന് ചിലതിനെ നമ്മൾ പിടിച്ചെടുക്കണം. പടക്കൂട്ടം നമുക്ക് നേരെ വരുന്നത് നമ്മളെ നശിപ്പിക്കാനാണ്. ഓടിച്ച് 1-2 സെന്റൻസ് പറഞ്ഞങ്ങ് വിടാം. 1, പടക്കൂട്ടം നമ്മുടെ നേരെ വരുന്നത് നമ്മളെ നശിപ്പിക്കാനാണ്. 2, പടക്കൂട്ടം നമ്മുടെ നേരെ വരുന്നത് നമ്മളെ കൊള്ളയടിക്കാനാണ്. 3, ജീവനെ അപഹരിക്കാനാണ്. 4, നമ്മളെ ഒറ്റപ്പെടുത്താനാണ്. 5, നമ്മുടെ കുടുംബത്തെ അനാഥമാക്കാനാണ്. 6, നമുക്ക് ദുഃഖം വരുത്താനാണ്. ഇങ്ങനെ പറഞ്ഞു പോകാമെങ്കിൽ നമ്മുടെ നന്മയെ പിടിച്ചെടുക്കുന്ന ഒരു ശക്തിയാണ് പടക്കൂട്ടം. സകലത്തെ
നശിപ്പിക്കുന്ന ഒരു ശക്തിയാണ് പടക്കൂട്ടം. ഹല്ലേലൂയ. സകലത്തെ കൊള്ളയടിക്കുന്ന ഒരു ശക്തിയാണ് പടക്കൂട്ടം. നമ്മുടെ ജീവിതത്തിന്റെ മേൽ മരണത്തെ കൊണ്ടുവരുന്നതാണ് പടക്കൂട്ടം. ജീവിതത്തെ ഒറ്റപ്പെടുത്തി നിരാശിതരാക്കി അംഗഭംഗമുള്ളവരാക്കി നമ്മെ ഹല്ലേലൂയ നിരാശയുടെ പടുകുഴിയിലേക്ക് കൊണ്ടുവരുന്നതാണ് പടക്കൂട്ടം. പ്രൈസ് ദി ലോർഡ്. പിന്നെ സമൂഹത്തിന് നാശം വരുത്തുന്നതാണ് പടക്കൂട്ടം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ നാശത്തെ കൊണ്ടുവരുന്നതാണ് പടക്കൂട്ടം. അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ ഇതിന്റെ മുമ്പേ നമ്മൾ പോകുമ്പോൾ ചെയ്യേണ്ട ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. നമ്മളെ ഇങ്ങോട്ട് ആക്രമിക്കുന്നതിന് മുമ്പേ നമ്മളിൽ നിന്ന് കൊള്ളയടിക്കാതെ ശത്രുവിനെ തകർക്കുക. അവനെ അലക്ഷ്യമായി വിട്ടാൽ അവൻ നിങ്ങളെ കൊള്ളയടിക്കും. അവനെ അലക്ഷ്യമായി വിട്ടാൽ അവൻ നമ്മെ നശിപ്പിക്കും. അവനെ അലക്ഷ്യമായി വിട്ടാൽ നമ്മുടെ കുടുംബത്തെയും നമ്മുടെ തലമുറകളെയും അവൻ പടിപ്പടിയായി നശിപ്പിച്ച് മുന്നേറി ഹല്ലേലൂയ നമ്മെ ആകമാനം അവന്റെ കൈപ്പിടിയിൽ ഒതുക്കിക്കളയും. നിങ്ങൾക്കറിയാമോ ഒരു കാര്യം? നമ്മൾ വേദപുസ്തകം വായിക്കുമ്പോഴെല്ലാം മനസ്സിലാകുന്ന ഒരു കാര്യം, യുദ്ധം കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കൊള്ളയടിക്കുന്ന ഒരു രീതിയുണ്ട്. എന്താ കാരണം? കാരണം ഈ ആൾക്കാർക്ക് വേണ്ടി ശമ്പളമില്ല. ഇവര് പട്ടാള ഉദ്യോഗസ്ഥരല്ല. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, രാജാവ് പറയുമ്പോൾ ഒരു യുദ്ധത്തിന് പുറപ്പെടുന്ന കുറെ ആൾക്കാരുണ്ട്. ഇവർക്ക് ശമ്പളം ഇല്ല, കുടുംബത്തെ വിട്ടേച്ച് പോകണം, ഇവർക്ക് ആഹാരം ഇല്ല, വേണ്ടി ഡ്രസ്സില്ല. ഇങ്ങനത്തെ ഇതൊക്കെ കഴിയുമ്പോഴത്തേനും യുദ്ധം ജയിച്ചു കഴിഞ്ഞാൽ കൊള്ളയടിച്ച് ഇതെല്ലാം എടുത്തുകൊള്ളണം. ദാവീദിന്റെ കാലത്ത് നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നു, അവരുടേതായ പടക്കോപ്പുകൾ സൂക്ഷിക്കുന്നവർക്കും ഇതിൽ നിന്നൊരു പങ്ക് കൊടുത്തിരുന്നു. കൊള്ളയടിച്ചു കൊണ്ടുവരുന്ന മുതല് യുദ്ധത്തിന് പോകുന്നവർക്കും പടക്കോപ്പ് സൂക്ഷിക്കുന്നവർക്കും ഒരുപോലെ വിഭാഗിച്ചിരുന്നു. എന്ന് പറഞ്ഞാൽ ഒന്നില്ലാത്ത അവസ്ഥകളിൽ ശൂന്യമായ കൈയോടുകൂടെയാണ് യുദ്ധത്തിന് പോകുന്നത്. നമ്മെക്കുറിച്ചൊന്നൊന്ന് ചിന്തിച്ചോക്കെ, എന്ത് കയ്യിൽ കരുതി വെച്ചിട്ടാണ് ദൈവം നമ്മെ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത്? നമ്മുടെ കൈ ശൂന്യമല്ലായിരുന്നോ? നമ്മുടെ ജീവിതം ശൂന്യമല്ലായിരുന്നോ? ഹല്ലേലൂയ. ജീവിതത്തിൽ ഒന്ന് എടുത്തു പറയുവാൻ ഇല്ലാത്ത സാഹചര്യത്തിലല്ലേ സ്വർഗത്തിൽ ദൈവം നമ്മെ വിളിച്ചു വേർതിരിച്ചത്. ഇന്ന് ഈ മാന്യതയിലേക്കും പദവിയിലേക്കും കൃപയിലേക്കും അവന്റെ കൂട്ടവകാശത്തിലേക്കും നമ്മെ ഹല്ലേലൂയ അവൻ നമ്മെ കൊണ്ടുവന്നത് നമ്മുടെ കയ്യിൽ വല്ലതും കരുതിയിട്ടാണോ? വചനത്തിൽ ഞാൻ പറയുന്നു, കൊള്ളയടിക്കുന്നതിനെ ചിലതിനെ പിടിച്ചെടുക്കുവാനുള്ള ആത്മധൈര്യം, അഭിഷേകം, നിറവ്, ആ ആത്മശക്തി, ആ കൃപ നമ്മൾ ഈ ദിവസങ്ങൾ പ്രാപിച്ചെടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്നിനാൽ ഞാൻ പടക്കൂട്ടത്തെ നേരെ പാഞ്ചേലും ഒത്തിരി വിശദീകരിക്കാനുള്ള ഒരു കാര്യമാണ് പടക്കൂട്ടം. നേരെയാണ് ചെല്ലേണ്ടത്. അതിന്റെ ഒരു പോർഷൻ ഞാൻ നേരത്തെ പറഞ്ഞു. നേരെ ചെന്നതുകൊണ്ടാണ് ഗോലിയാത്തിന്റെ നെറ്റിക്കുള്ള ആ നെറുകയുള്ള പോർഷൻ കണ്ടത്. വശത്തൂടെ സഞ്ചരിച്ചില്ല, ബൈക്കിൽ കൂടെ പോയില്ല, അലക്ഷ്യമായി പോയില്ല, കാഴ്ചപ്പാടില്ലാതെ പോയില്ല. അങ്ങനെ ആയിരുന്നു എങ്കിൽ ഹല്ലേലൂയ ഈ നെറ്റിയുടെ പോർഷൻ ഒരിക്കലും ദാവീദിന് കാണുവാൻ കഴിയുകയില്ലായിരുന്നു. പക്ഷെ നേരെ പോയി. നമ്മുടെ ആത്മജീവിതത്തെ ഒന്ന് ചേർത്ത് ചിന്തിച്ച് ഞാൻ പറയാണ്, നമ്മുടെ ആത്മജീവിതം വിശ്വസ്തയോടും നേരോടും നിർമ്മലതയോടും നിഷ്കളങ്കതയോടും കൂടെ കഴിച്ചെങ്കിൽ മാത്രമേ ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുകയുള്ളൂ. തന്ത്രങ്ങളെ കള, മന്ത്രങ്ങളെ കള, വ്യാജത്തെ കള, അലക്ഷ്യത്തെ കള, ഉദാസീനത്തെ കള, വ്യാജഭാവങ്ങളെ കള. ഹല്ലേലൂയ. ഒരിക്കലും വ്യാജഭാവം കൊണ്ട് ആത്മജീവിതം ഗതി പിടിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. നിഷ്കളങ്കത എവിടെയുണ്ടോ, നിർമ്മലത എവിടെയുണ്ടോ, വിശുദ്ധി എവിടെയുണ്ടോ, കൂട്ടായ്മ എവിടെയുണ്ടോ, പ്രാർത്ഥന എവിടെയുണ്ടോ, ആത്മജീവിതത്തിൽ അടുക്കും ക്രമമായുമുള്ള ജീവിത ശൈലി, ഒരു വേദപുസ്തക ഉപദേശാനുസരണമുള്ള ആത്മജീവിത ശൈലി എവിടെയുണ്ടോ അവിടെ നീ നേരെ സഞ്ചരിക്കുന്നവനായിരിക്കും. സ്തോത്രം. നേരെ പോയാൽ ശത്രുവിനെ കീഴടക്കും. പിന്നെ പാഞ്ഞു ചെല്ലേണ്ട ഒരു അനുഭവമുണ്ട്. പതിയല്ല പോകേണ്ടത്, പാഞ്ഞാണ്. ഒത്തിരി നിങ്ങൾ അത് ഗ്രഹിച്ചെടുക്കുക. എനിക്ക് ഓരോ വാക്കും ഇനി ഒത്തിരി വിശദീകരിക്കാൻ. പിന്നെ എന്റെ ദൈവത്താലാണ്. പിന്നെ മതിലാണ് ചാടേണ്ടത്. മതിൽ എന്ന് പറയുന്നത് ഒരു വീടിനെ സംബന്ധിച്ചായാലും ഒരു പട്ടണത്തെ സംബന്ധിച്ചായാലും പൊക്കമുള്ള സംരക്ഷണ ഭിത്തിയാണ് മതിൽ. അതിനെ എന്ത് ചെയ്യണം? ചാടി കടക്കണം. സംരക്ഷണ വിധിയെ കുറിച്ച് ഒത്തിരി പറയാനുണ്ട് വേദപുസ്തകത്തോട് ചേർന്ന്. സമയമായല്ലോ. സ്തോത്രം. ചാടിയാണ് കടക്കേണ്ടത്. നമ്മൾ ഒച്ചഴയുന്ന പോലെ ആത്മീയ ജീവിതം കൊണ്ട് നമുക്ക് ഒന്നും പ്രാപിക്കാൻ പറ്റില്ല. തീഷ്ണതയുള്ള
നമ്മുടെ ദൈവം തീഷ്ണതയുള്ള ദൈവമാണ്. അതുകൊണ്ട് തീഷ്ണമായ ഒരു ആത്മീയ ജീവിതം നമുക്ക് വേണം. ഹല്ലേലൂയ. എടാ, ഏത് തിരമാലയെ കണ്ടാലും പത്രോസിനെ പോലെ ഞാൻ അങ്ങോട്ട് വരട്ടെ എന്ന് ചോദിക്കാനുള്ള ചങ്കുറപ്പ് നമുക്കുണ്ടാകണം. ആത്മീയ ജീവിതത്തിൽ ചങ്കുറപ്പുണ്ടെങ്കിൽ മാത്രമേ ചാടിക്കടക്കാൻ പറ്റുകയുള്ളൂ. ഹല്ലേലൂയ. നീ ചക്കര വാക്ക് കേട്ടുകൊണ്ട് നിന്നാൽ തോട്ടത്തിൽ നിന്ന് കൗവ പുറത്തായതുപോലെ പുറത്താകും. പക്ഷേ നിന്റെ വാക്ക് അത് ഉവ്വ ഉവ്വ എന്നും ഇല്ല ഇല്ല എന്നും തന്നെയാണെങ്കിൽ ആമേൻ എന്ന് അരുളി ചെയ്തവൻ നിനക്ക് വേണ്ടി കാര്യവും വ്യവഹാരവും നടത്തുമെന്ന് ഞാൻ വചനത്താലുള്ള പ്രവചന ശബ്ദം നിങ്ങളെ കേൾപ്പിക്കുകയാണ്. ഹല്ലേലൂയ. നമുക്ക് നേരെ പോകാം. പാഞ്ഞു ചെല്ലാം. പാഞ്ഞാണ് കാലുകൊണ്ട് നടത്തമല്ല, പാഞ്ഞ്. ഓട്ടത്തിന്റെ സ്പീഡല്ല, പാഞ്ഞു വരിക എന്ന് പറയുന്നത്. പാഞ്ഞ് ഹൈയസ്റ്റ് ആണ്. ഹല്ലേലൂയ. ഒച്ചഴിയുന്ന പോലെയല്ല, നടക്കുന്ന കൂട്ടല്ല, ജസ്റ്റ് ഉള്ള ഓട്ടമല്ല, വലിയ ഓട്ടവുമല്ല. പാഞ്ഞു ചെല്ലുക എന്ന് പറഞ്ഞാൽ നിന്റെ മുമ്പിൽ നിൽക്കുന്ന ശത്രുവിനെ കുറിച്ച് നിനക്ക് എത്ര ബോധ്യമുണ്ട്, അത്രത്തോളം സ്പീഡ് കാണും നിന്റെ ഓട്ടത്തിന്. അല്ലെങ്കിൽ അതിനെയാണ് പാഞ്ഞു ചെല്ലുക എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആത്മജീവിതം പണിയാമോ? വചനത്താൽ പണിയാമോ? പാഞ്ഞു ചെല്ലാമോ? ആ കൃപാസനത്തോളൊന്ന് വീഴാമോ? ഹല്ലേലൂയ. അവിടെ നിന്ന് ശക്തി ധരിക്കുവോളം ഒന്ന് കടക്കാമോ? ഹല്ലേലൂയ. ഏതു മതിലുകളെയും ചാടിക്കടക്കുവാനുള്ള ആത്മശക്തി ഏറ്റെടുത്തുകൊണ്ട് ദൈവകൃപയിൽ മുന്നേറാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വചനത്തിന്റെ ആഴങ്ങളാൽ നമ്മുടെ ആത്മീയ ജീവിതത്തെ പണിത് ശത്രുവിന്റെ ആരാവാരത്തെയും പടക്കൂട്ടത്തിന്റെ ആരാവാരത്തെയും, എനിക്ക് ഒത്തിരി പറയാനുണ്ട്. യുദ്ധങ്ങളിൽ ചില സ്തോത്രം നിയമങ്ങളുണ്ട്. പറഞ്ഞു പോകാൻ ഒത്തിരി സമയം എടുക്കും. അല്ല, നമുക്ക് ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവ് ആ വചനങ്ങളെ കുറിച്ചുള്ള നല്ല ചിന്തകൾ നൽകി തരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഈ വചനത്തിന്റെ ഏറിയ ആഴങ്ങളാൽ ഒരു ആത്മീയ ജീവിതം നന്നായിട്ട് നയിച്ച് മുന്നോട്ട് പോകുവാനും പടക്കൂട്ടത്തിന്റെ നേരെ, പടയുടെ നേരെ, ഒരു വ്യക്തിയുടെ നേരെയല്ല, ഒരു സമൂഹത്തിന്റെ നേരെ, നമ്മെ ഉറ്റുനോക്കുന്ന ലോകം, ജഡം, പിശാച് എന്ന പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലുവാനുള്ള ഒരാർജവും ഒരു അഭിഷേകവും ഒരു നിയോഗവും ഒരു നിറവും ഒരു കൃപയും നമുക്ക് ഏറ്റെടുക്കാം. ഈ വചനങ്ങളാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കും എന്നുള്ള ആത്മാർത്ഥമായ വാക്കുകളോടെ ഇത്രേ സമയം അനുവദിച്ചു തന്ന ദൈവദാസനോട് നന്ദി പറയുന്നു. നന്ദി പറയുന്നു. കേട്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ദൈവമായി നന്ദി പറഞ്ഞുകൊണ്ട്